റമളാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നന്നായിട്ട് അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തത് ഔസതുഹു മഗ്ഫിറ. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 അല്ലാഹുവിനോട് പാപമോചനം തേടേണ്ട 10. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനോട് ചെറിയ പാപങ്ങളെ തൊട്ട് പാപമോചനം തേടണം, വലിയ പാപങ്ങളെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങണം. അങ്ങനെ മഗ്ഫിറത്ത് തേടിയിട്ട് പാപമുക്തരായിക്കൊണ്ടായിരിക്കണം രണ്ടാമത്തെ 10 യാത്രയാക്കേണ്ടത്. പാപങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയം ഒരു വെളുത്ത ബോർഡാണ്. ആ വെളുത്ത ബോർഡിൽ ഒരു പാപം ചെയ്യുമ്പോൾ ഒരു കറുത്ത ഡോട്ട് വീഴുകയാണ്, അടുത്ത പാപം ചെയ്യുമ്പോൾ അടുത്ത ഡോട്ട് വീഴുകയാണ്. അങ്ങനെ അതാ ആ ഹൃദയത്തിൽ ഡോട്ട് വീണ് ഇനി ഒരു സ്ഥലവും ബാക്കിയില്ലാതെ വരുമ്പോഴാണ് ആ ഹൃദയത്തിനാണ് സീല് വെക്കപ്പെട്ട ഹൃദയമെന്ന് പറയുന്നത്. അത്തരം സീല് വെക്കപ്പെട്ട ഹൃദയമാണെങ്കിൽ പിന്നെ ആ ഹൃദയത്തിലേക്കൊരു വഅദും ഫലിക്കൂല. എത്ര വഅദ് കേട്ടാലും ആ ഹൃദയത്തിന് ഒരു ചാഞ്ചാട്ടവും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ആ ഹൃദയത്തിനൊരു കുലുക്കവും സംഭവിക്കൂല. കാരണം ഹൃദയം സീല് വെക്കപ്പെട്ടു പോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ഹൃദയത്തിനെ കറുത്തിരുണ്ട് കിടക്കുന്ന ഹൃദയത്തിനെ വെളുപ്പിക്കാനുള്ള മരുന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് 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 തൗബ ചെയ്യലാണ്. ആ കണ്ണുനീര് കൊണ്ടല്ലാതെ ആ കറുപ്പിനെ വെളുപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ ദുആ ചെയ്യണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പല ആളുകൾക്കുമുള്ള സങ്കടം, എൻ്റെ തെറ്റ് എങ്ങനെയാണ് എൻ്റെ റബ്ബ് പുറത്തു തരിക? ഞാൻ അത്രയും വലിയ തെറ്റ് ചെയ്ത ആളല്ലേ, തൗബ ചെയ്തിട്ട് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്ത ആളല്ലേ. അങ്ങനെ ആരും അതാ നിരാശരാകേണ്ടതില്ല. പരിശുദ്ധമായ ഖുർആൻ പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. തെറ്റ് ചെയ്ത് ജീവിതം കൈവിട്ടു പോയ ആളുകളോട് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണ്ട എന്ന് നബിയെ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ പാപങ്ങളും പൊറുക്കുന്നവനാണ്. എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് രാജാവായ അല്ലാഹ്. അതുകൊണ്ട് രണ്ടാമത്തെ 10 നല്ല പ്രതീക്ഷയോടുകൂടെ എൻ്റെ പാപങ്ങൾ എൻ്റെ റബ്ബ് പുറത്തു തരുമെന്ന പ്രതീക്ഷയോടുകൂടെ അല്ലാഹുവിൻ്റെ മുമ്പിൽ പാപമോചനം നടത്തേണ്ട 10 റമളാനിലെ രണ്ടാമത്തെ 10. അവസാനത്തെ 10 വആഖിറുഹു ഇത്ഖും മിനന്നാർ. നരകത്തിൽ നിന്ന് മോചനം തേടേണ്ട 10. അവസാനത്തെ റമളാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നരകം വല്ലാത്തൊരു സംഭവമാണ്. നരകത്തിൻ്റെ ഭയാനകരമായ അവസ്ഥ കേട്ടുകൊണ്ട് എത്രയെത്ര ആളുകളാണ് കരഞ്ഞത്, എത്രയെത്ര ആളുകളാണ് കരഞ്ഞു ബോധം കെട്ട് വീണത്. ആ നരകത്തിനെ കുറിച്ച് കേട്ടിട്ടല്ലേ അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ കരഞ്ഞത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സവിധത്തിലേക്ക് വന്നപ്പോ നേരത്തെയുള്ള അവസ്ഥയിൽ നിന്നുള്ള വ്യത്യാസം കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ ചോദിച്ചില്ലേ, ജിബ്രീലേ എന്താണ് അവിടുത്തെ രൂപമാറ്റം വന്നിട്ടുള്ളത്? സാധാരണ വരുന്ന കോലത്തിലല്ലല്ലോ, എന്താണ് അവിടുന്ന് മാറ്റം വന്നിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളോട് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം എനിക്ക് കാണിച്ചു തന്നു. നരകത്തിൽ കത്തിജ്വലിക്കുന്ന തീജ്വാല കണ്ടോ? നരകത്തിൻ്റെ ഈർഷ്യത കാരണം തക്കാദു തമയ്യസു
മിനൽ ഗൈദി കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജ്. ആ നരകത്തിന്റെ ഇരമ്പല് കാരണം, നരകത്തിന്റെ ഈർഷ്യത കാരണം നരകമിങ്ങനെ പൊട്ടാനടുത്തായിട്ടുണ്ട്. 70,000 വട്ടക്കണ്ണികൾ നരകത്തിനുണ്ട് നബിയേ. ആ നരകത്തിന്റെ വിശേഷണങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ കുറേ അങ്ങ് പറഞ്ഞ് അതിൽ കത്തിക്കപ്പെടുന്ന അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു. നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് പച്ച മനുഷ്യന്മാരെയും കല്ലുകളും കത്തിക്കും നബിയേ. ഇതങ്ങ് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, ജിബ്രീലേ അവിടെ നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ വഹുവ യബ്കീ, മുത്തുനബി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് പിരിഞ്ഞിട്ട് പള്ളിയിലേക്ക് കടക്കുകയാണ്. സ്വഹാബികളെല്ലാവരും മുത്തുനബി വരുന്നത് നോക്കി നിൽക്കുകയാണ്. മുത്തുനബി വരുമ്പോൾ അവിടുത്തെ പരിശുദ്ധമായ പ്രശോഭിതമായ മുഖത്തുള്ള പുഞ്ചിരി കാണാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുമ്പോൾ കലങ്ങിയ കണ്ണുമായിട്ടാണ് നിസ്കരിക്കാൻ വരുന്നത്. നിസ്കാരം കഴിഞ്ഞ് സ്വഹാബികൾ കാണാനും സംസാരിക്കാനും നിന്നപ്പോൾ ആരോടും ഒന്നും മിണ്ടാതെ മുത്തുനബിയുടെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ്. വാതിലടച്ചിരുന്ന് കരയുകയാണ്. സ്വഹാബികൾക്കെല്ലാവർക്കും വലിയ സങ്കടമായി. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടും സംസാരമില്ല, ആരോടും വിശേഷണങ്ങൾ ചോദിക്കുന്നില്ല, ഒരാളുടെ വിശേഷണവും കേൾക്കാനും ഇല്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇതിനൊരു പരിഹാരമുണ്ടാക്കണമല്ലോ. കാരണം സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് മുത്തായ തങ്ങൾ വീട്ടിൽ വലിയ പരിഗണന നൽകിയിട്ടുണ്ട്. സൽമാനും മിന്നി എന്ന് മുത്തുനബി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുകയാണ്. മുത്തുനബിയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമത്തുസ് സഹ്റാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ് പോകുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, വിഷമം പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനൊന്ന് ചോദിക്കട്ടെ വാപ്പയോട്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടുത്തെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയോട് അല്ലാഹുവിൻ്റെ ഹബീബിന് വലിയ ഇഷ്ടമാണ്. അവിടുത്തെ 7 മക്കളും, ആ 7 മക്കളിൽ നിന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് വഫാത്താകുമ്പോ ഒരൊറ്റ മോളേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും മുത്തുനബി അവിടുത്തെ കൈകൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെച്ചതാണ്. മുത്തുനബി വഫാത്താകുമ്പോ 7 മക്കളിൽ നിന്ന് ഫാത്തിമ ബീവി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ഫാത്തിമ ബീവി വീട്ടിലേക്ക് കയറി വരുമ്പോ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പതിവെന്താണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് കൈ കൊടുത്ത് സ്വീകരിക്കും. അതാ നെറ്റിയിൽ ചുംബനം കൊടുക്കും. അണച്ചുകൂട്ടിയിട്ട് അല്ലാഹുവിൻ്റെ ഹബീബിനോട് ചേർത്തിരുത്തും. എന്നിട്ട് കുശലാന്വേഷണം നടത്തും. ആവശ്യമായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. ഇതാണ് നബി തങ്ങളുടെ പതിവ്. അല്ലാഹുവിൻ്റെ ഹബീബിനോടും വലിയ ഇഷ്ടമാണ്. ഫാത്തിമ ബീവിയുടെ പേര് തന്നെ വിളിച്ചിരുന്നൊരു പേരാണ് ഉമ്മു അബീഹ. അവിടുത്തെ പിതാവിൻ്റെ ഉമ്മ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തേ ഫാത്തിമ ബീവിക്ക് അങ്ങനൊരു പേര് വരാനുള്ള കാരണം? അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് അവിടുത്തെ 6ാമത്തെ വയസ്സിൽ തന്നെ വിട പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഒരു മാതാവിൻ്റെ സ്ഥാനത്തേക്ക് വന്ന മഹദിയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ആ ഖദീജ ബീവിയുടെ സ്ഥാനത്ത് നിന്നിട്ട്, അതുപോലെ തന്നെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ പരിഗണനയും എല്ലാവിധ ആശ്വാസങ്ങളും പകർന്ന മഹദിയാണ് ഫാത്തിമത്തുസ് സഹ്റാ. ഞാൻ വിട പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് കടന്നു വരുന്നത് നിങ്ങളാണ് എന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതല്ലേ? അവിടുത്തെ കരളിൻ്റെ കഷ്ണം
മരണമല്ലേ? ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളടുക്കിലേക്ക് പോകുമ്പോ അന്നത്തെ ദിവസം പുറത്തിറങ്ങിയിട്ട് സ്വീകരണമില്ല, നെറ്റിയിൽ ചുംബനം ഇല്ല, അണച്ചുകൂട്ടി പിടിക്കുന്നില്ല. കയറി ചെന്നപ്പോൾ കലങ്ങിയ കണ്ണുമായി അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ ഒരൊറ്റ ഇരുത്തമാണ്. ചോദിച്ചു, അല്ല ഉപ്പാ, എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്തു പറ്റിപ്പോയി? അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, അൻഖിദീ യാ ഫാത്തിമ, അൻഖിദീ നഫ്സകി മിനന്നാർ. ഫാത്തിമ, നിങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങളെ ശരീരം കാക്കണേ ഫാത്തിമ. ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, പരിശുദ്ധമായ ദീനിൻ്റെ ചിഹ്നങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങളതാ പ്രദർശനം നടത്തിയിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ കല്യാണത്തിൻ്റെ പേരിലും മറ്റുള്ള പേരിലും അതാ അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ, ആലിമീങ്ങൾ അതിനെതിരെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടല്ല പറയുന്നത്, അതേ നാളെ നരകത്തിൻ്റെ വിറക് കൊള്ളികളാകരുതെന്ന് കരുതിയിട്ടാണ്. നബി തങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് നരകം കാണിക്കപ്പെട്ടപ്പോൾ അക്സറുഹും, ആ നരകത്തിൽ നിന്ന് അധികരിച്ചതും അന്നിസാ, സ്ത്രീകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് നരകത്തിൽ പെട്ടുപോകരുത് എന്ന് കരുതിയിട്ടാണ് ആലിമീങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്യല്ല എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്നൊരു ആലിമ് അത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പിന്നെ ട്രോളിറക്കുകയാണ്, ആലിമിനെതിരെ കൊഞ്ഞനം കുത്തുകയാണ്, ദീൻ പറയുന്ന ആളുകൾക്കെതിരെ കൊഞ്ഞനം കുത്തുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ ആരോടാണ് പറയുന്നത്? ഫാത്തിമ ബീവിയോടാണ്. അൻഖിദീ നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ ശരീരം കാക്കണം. നമ്മളോടുള്ള കൽപ്പനയും അതാണ്. ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നരകത്തിൽ നിന്ന് നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ, നിങ്ങളെ അഹ്ലുകാരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതില്ലയോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടൊരു കാര്യം സാന്ദർഭികമായി പറയട്ടെ. നമ്മൾ ജീവിക്കുന്നത് ആഖിറുസ്സമാനിലാണ്, അവസാന കാലഘട്ടത്തിലാണ്. നമ്മുടെ മക്കൾ വഴിവിട്ടു പോകുന്നതിനെ കുറിച്ച് രക്ഷിതാക്കൾക്ക് ബോധം വേണം. മക്കളെ നല്ല രൂപത്തിൽ തർബിയത്ത് ചെയ്ത് വളർത്തുക എന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും വലിയ കടമയാണ്. ഓ എൻ്റെ ചെറുപ്പക്കാരെ, മക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഗൗരവമായി പറഞ്ഞ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ കാലകാലം കിടക്കുന്നത് ആരാണ്? ഖാലിദം മുഖല്ലദം ഫിന്നാർ, നരകത്തിൽ കാലകാലം കിടക്കുന്നത് ഈമാനില്ലാതെ മരിച്ചു പോകുന്നവരല്ലേ? എത്രയെത്ര ആളുകളാണ് ഈമാനില്ലാതെ മരിച്ചു പോകുന്നത്. ബഗ്ദാദിലെ വലിയ ഒരു ഖാദി അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ മുഖം മാറിയിട്ടുണ്ട്. നിറവ്യത്യാസം കണ്ടപ്പോൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അവിടുന്ന് എന്താണ് ഇത്ര വലിയ ദേഷ്യം? അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? എന്നെയും നിങ്ങളെയും പേടിപ്പെടുത്തുന്ന മറുപടിയല്ലേ? മുത്തുനബി പറഞ്ഞു, ഇന്നത്തെ ദിവസം എൻ്റെ ഉമ്മത്തിൽ നിന്ന് 1700 ആളുകൾ മരണപ്പെട്ടു. 1700 ആളുകളിൽ 2 ആളുകൾ മാത്രമാണ് മാത്തഅലൽ ഈമാൻ, മുഅ്മിനായി മരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഈമാനില്ലാതെ ചത്തുപോയതാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, ഈമാനില്ലാതെ മരിച്ചു പോകുന്നത് അധികവും 4 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം അത്തഹാവുനു ഫിസ്സലാ, നിസ്കാരത്തിലുള്ള അലംഭാവം. നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലല്ലോ. ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം നോമ്പിന്റെ മസ്അല പറഞ്ഞെടുത്ത് മുത്തീഖില്ലഹു, നോമ്പിന് സാധിക്കുന്ന ആളുകൾ നോമ്പ് പറ്റാൽ മതി.
എന്നാൽ സക്കാത്തിന്റെ സമ്പത്ത് എത്തിച്ച ആളുകൾ സക്കാത്ത് കൊടുത്താൽ മതി. ഹജ്ജിന് പണം എത്തിച്ച് പോകാനുള്ള വഴിയും ഒക്കെ എത്തിച്ച ആളുകൾ ഹജ്ജ് ചെയ്താൽ മതി. എന്നാൽ നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയല്ല പറഞ്ഞത്. നിസ്കാരത്തിന്റെ വിഷയം വലിയ ഗൗരവത്തിലാണ് പറഞ്ഞത്. നിസ്കാരം ഒഴിവാക്കിക്കൂടാ. നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. അതിനു സാധിക്കാത്ത ആളുകൾ മലർന്നു കിടന്ന് നിസ്കരിക്കണം. അതിനും സാധിക്കാത്തവർ കണ്ണുകൊണ്ട് നിസ്കരിക്കണം. അതിനും സാധിക്കാത്തവർ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. ബുദ്ധിയുണ്ടോ, ശുദ്ധിയുണ്ടോ, പ്രായപൂർത്തിയായിട്ടുണ്ടോ, നിസ്കാരം നിർബന്ധമാണ്. നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ, കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. എന്തേ നിസ്കാരത്തിന് ഇത്ര വലിയ മഹത്വം? നോമ്പിന്റെ നിയമങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിലേക്ക് എത്തിയതാണ്. സക്കാത്തും അങ്ങനെ തന്നെയാണ്. ഹജ്ജിന്റെ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിസ്കാരം അങ്ങനെ കൊടുത്തതല്ല. നിസ്കാരം അള്ളാഹുവിന്റെ ഹബീബിനെ പ്രത്യേകമായ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഡയറക്റ്റ് കൊടുത്തൊരു സമ്മാനാണ് 5 വക്ത് നിസ്കാരം. അതുകൊണ്ട് ആ നിസ്കാരം ഒരിക്കലും ലാഘവത്തോടുകൂടെ കാണരുത്. മദീന പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരുന്ന് കരയാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളും സ്വഹാബികളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരൻ ശ്രദ്ധയിൽപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ കരയുന്നത് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. നേരെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? മാത്ത അബീ വലൈസ ലീ കഫനുൻ വലൈസ ലഹു കഫനുൻ വലാ ഗസ്ൽ. എൻ്റെ വാപ്പക്ക് കഫൻ പുടയും ഇല്ല, കുളിപ്പിക്കാനുള്ള ആളുമില്ല. ആ സമയത്ത് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ തങ്ങളെയും ചുമതലപ്പെടുത്തി. അവരത് ചെയ്തു. വീട്ടിലേക്ക് ചെന്ന് കുളിപ്പിക്കാൻ വേണ്ടി കിടത്തി. ആ കഫംപുട മുകളിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പ് ഇങ്ങോട്ട് നീക്കി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഫറഅയ്തുഹു കൽ ഖിൻസീർ. പന്നിയുടെ കോലത്തിലാണ് മുഖം. മുഖം മാറിയിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് വിവരം പറഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങൾ അപ്പോൾ തന്നെ ഇറങ്ങി ആ വിരിപ്പിൻ്റെ മുകളിലൂടെ തടവിക്കൊടുത്തു, കുളിപ്പിക്കാൻ പറഞ്ഞു. നേരത്തെയുള്ള അവസ്ഥയിലേക്ക് തന്നെ മാറി കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കെട്ടിയ കെട്ടുകളൊക്കെ മാറ്റുമല്ലോ. അങ്ങനെ മാറ്റി കവിൾത്തടത്തിലേക്ക് മണ്ണ് കുഴച്ച് ചേർത്ത് വെക്കും. ആ ചേർത്ത് വെക്കാൻ വേണ്ടി കഫംപുട മാറ്റി നോക്കിയപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറയാണ്, നേരത്തെയുള്ള അതേ അവസ്ഥയിൽ തന്നെ. നബി തങ്ങൾ ചോദിച്ചു ആ ചെറുപ്പക്കാരനോട്, നിന്റെ വാപ്പൻ്റെ അവസ്ഥ എന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, താരിഖുസ്വലാ, നിസ്കാരം ഒഴിവാക്കുന്ന ആളാണ്, കൃത്യമായി നിസ്കരിക്കാത്ത ആളാണ്. നബി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഉൻദുറു ഹാലമൻ തറക്കസ്വലാ, സ്വഹാബികളെ, നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞ രണ്ടാമത്തത് ലഹരിയാണ്. ഇന്ന് വ്യാപകമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ, ലഹരി വസ്തുക്കൾ സ്കൂളിലും ക്യാമ്പസുകളിലും അങ്ങാടികളിലും എല്ലാം വ്യാപകമായി കടന്നു വന്ന ഒരു വിഷയമാണ്. വലിയ പ്രതിസന്ധിയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈമാൻ എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം എൻ്റെ ചെറുപ്പക്കാരെ, അത് വലിയൊരു വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കാൻ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒന്നാണ് മൻസന ഔ ശരിബൽ ഖംർ. ആരെങ്കിലും വ്യഭിചരിക്കുകയോ അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുകയോ ചെയ്താൽ നസഅല്ലാഹു മിൻഹു അൽ ഈമാൻ, ശരീരത്തിൽ നിന്ന് വസ്ത്രം ഊരിയെടുക്കുന്നത് പോലെ അവനിൽ നിന്ന് ഈമാൻ ഊരിയെടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, നല്ല ഇൽമിന്റെ രംഗത്ത് തിളങ്ങി നിന്ന ആളാണ്.
ആ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ശിഷ്യൻ മരണാസന്നയിൽ കിടക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ ഉസ്താദായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കാണാൻ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഉസ്താദിന് മനസ്സിലായി മരണാസന്നയിൽ കിടക്കുകയാണെന്ന്. ആ കിടക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആകുന്ന ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ആ ഖുർആൻ ഇവിടെ ഓതണ്ട. സുബ്ഹാനല്ലാഹ്. ആ വാക്ക് കേട്ടപ്പോൾ ഉസ്താദ് മനസ്സിലാക്കി ശബ്ദം കേട്ടിട്ട് പ്രയാസമായിട്ടായിരിക്കും. അപ്പോൾ അടുത്തതായി പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലൂ. അത് പറഞ്ഞപ്പോൾ നഊദു ബില്ലാഹ്, ആ ശിഷ്യൻ പറയുകയാണ്, ലാ അഖൂലുഹാ വ അന ബരീഉം മിൻഹാ, ഞാനത് ചൊല്ലൂല, ഞാനതിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള വലിയ പണ്ഡിതനാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇസ്ലാമിലല്ലാതെ ഈമാനല്ലാതെ മരിച്ചുപോയി. ആ മരണപ്പെട്ടതിൽ ദുഃഖിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ ആ ശിഷ്യനെ സ്വപ്നത്തിൽ കാണുകയാണ്. നരകത്തിന്റെ കഠിനമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിഷ്യനോട് ചോദിച്ചു, മോനെ, നിനക്കെന്തു പറ്റിപ്പോയി? നീ നല്ല ഇൽമിന്റെ വഴിയിൽ സഞ്ചരിച്ച ആളാണല്ലോ, നല്ല നല്ല ദീനിയായ പ്രവർത്തനങ്ങൾ ചെയ്ത ആളാണല്ലോ, എല്ലാ രംഗത്തും സജീവമായിരുന്നല്ലോ, നിനക്കെന്തേ പറ്റിപ്പോയത്? ഉസ്താദേ, ബിസലാസ, 3 കാരണങ്ങളെ കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചു പോയത്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഏതാണ് മോനെ ആ 3 കാര്യം? ഒന്നാമതായി, ഞാൻ ആളുകളെ തെറ്റിപ്പിക്കുന്ന പരിപാടിയായ നമീമത്ത്, ഈ ഏഷണിയുടെ സ്വഭാവം എനിക്കുണ്ടായിരുന്നു. രണ്ടാമത്തത് ഹസദ് എനിക്കുണ്ടായിരുന്നു. മൂന്നാമത്തെ വിഷയമാണ്, ഞാൻ ഒരസുഖം ബാധിച്ചപ്പോൾ ആ അസുഖത്തിൻ്റെ ശിഫായിന് വേണ്ടി പല വൈദ്യന്മാരെയും സമീപിച്ചു. അവസാനം എന്നോടൊരു ഡോക്ടർ പറഞ്ഞത്, ഒരൽപ്പം ലഹരി ഉപയോഗിച്ചാൽ നിന്റെ അസുഖത്തിന് ശിഫയുണ്ടാകും. അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും ഒരൽപ്പം ലഹരി കഴിക്കാറുണ്ട്, മദ്യം കഴിക്കാറുണ്ട്. ആ 3 കാരണത്താൽ ഈമാൻ നഷ്ടപ്പെട്ടു എന്ന് ആ ശിഷ്യൻ പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ആ റമളാനിൻ്റെ അവസാനത്തെ 10-ൽ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ മോചനം തേടാൻ പറഞ്ഞത് നരകത്തിനെ തൊട്ടാണ്. ആ നരകത്തിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞവരെത്രയാണ്? ഒരുപാട് ആളുകൾ കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കരഞ്ഞ് ബോധം കെട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ആഖിറമാകുന്ന ലോകത്തുള്ള ഓരോ കടമ്പകളെക്കുറിച്ചും നാം ചിന്തിക്കുകയും അതിൽ നല്ല പേടിയുണ്ടാവുകയും ചെയ്യണം. ആ പേടിയുടെ പേരാണ് തഖ്വ. ആ പേടിയുടെ പേരാണ്, അള്ളാഹുവിൽ പേടിയുള്ള ഹൃദയമുണ്ടോ ആ ഹൃദയത്തോടുകൂടെയുള്ള കരച്ചിൽ കരയുന്ന ആളുകൾക്ക് നാളെ അർശിൻ്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 7 വിഭാഗം എണ്ണിയതിൽ 7ാമത്തെ വിഭാഗം ഏതാണ്? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ. അള്ളാഹുവിനെ ആലോചിച്ച് ഒറ്റക്കിരുന്ന് കരയുന്ന സ്വഭാവം നമുക്കുണ്ടോ? നാളെ അർശിൻ്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ആഖിറമാകുന്ന ലോകത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ കടമ്പയാണ് ഖബർ. ആ ഖബർ ജീവിതം കഴിഞ്ഞാൽ പുനർജീവിതമുണ്ട്. അവിടെ നിന്നുള്ള ജീവിതമാണ് മഹ്ശറ ലോകം. ആ മഹ്ശറ ലോകത്ത് നടക്കാനുള്ള ആദ്യത്തെ കടമ്പയാണ് വിചാരണ. ആ വിചാരണ കഴിഞ്ഞ്
കഴിഞ്ഞാൽ നന്മതിന്മകൾ തൂക്കിയിട്ട് വലത് കൈയിലോ ഇടത് കൈയിലോ നമുക്കുള്ള ഏട് നൽകപ്പെട്ടിട്ട് ആഖിറമാകുന്ന ലോകത്ത് സ്വർഗ നരക പ്രവേശനം നൽകുന്ന ലോകം, ആ കടമ്പകളിലെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പേടിയുണ്ടാകണം. ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ധന്യമാക്കിയ മഹാന്മാര് വരെ ആ വിഷയങ്ങൾ ആലോചിച്ച് കരഞ്ഞവരാണല്ലോ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജീവിതം മുഴുവനും ഇബാദത്തിലും ഇൽമിലുമായി ചെലവഴിച്ച മഹാനവർകൾ ശിഷ്യന്മാര് ചോദിച്ചല്ലോ, എന്തിനാണ് അവിടുന്ന് കരയുന്നത്? നാളെ റബ്ബിന്റെ വിചാരണ ആലോചിച്ചാണ്. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നാളത്തെ ഹിസാബ് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുകയാണ്. നമുക്ക് ആഖിറമാകുന്ന ലോകത്തിലുള്ള ഒരു കടമ്പയും കണ്ട് കരയുന്നില്ല. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആഖിറമാകുന്ന ലോകത്ത് ഏറ്റവും പേടിയുള്ള ലോകം, ഏറ്റവും പേടിയുള്ള വിഷയം അത് നരകമാണ്. ആ നരകത്തിനെ തൊട്ട് കാവല് തേടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, നമ്മോടെല്ലാവരോടും കൽപ്പിച്ചത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ആ നരകത്തിനെ കുറിച്ച് നന്നായി പേടിക്കണം. ആ നരകത്തിൽ കത്തിജ്വലിക്കുന്ന തീജ്വാല നമ്മുടെ ഭൂമിയിലുള്ള നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീ പോലെയല്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കത്തിക്കുന്ന തീയിൽ നിന്ന് ആ തീ കൊണ്ട് തിളക്കുന്ന വെള്ളത്തിൽ കൈയിടാൻ പോട്ടെ, അതിൻ്റെ ആ പാത്രത്തിലൊന്ന് പിടിക്കാൻ നമുക്ക് കഴിയുമോ സഹോദരങ്ങളെ? ഇവിടെയുള്ള തീഴിൻ്റെ 70 ഇരട്ടി ചൂടാണ് നരകത്തിലെത്തി. ആ നരകത്തിനെ തൊട്ട് കാവല് തേടണം. ഞാനൊരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്തെടുത്തിരുന്ന സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സഅലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ എന്ന സ്വഹാബി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല വിഷയങ്ങളും എത്തിച്ചു കൊടുത്തിരുന്ന സ്വഹാബിയാണ് ആ സഅലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ റളിയല്ലാഹു അൻഹു. അതാ ഒരു ദിവസം ഒരു വിഷയത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളെ പറഞ്ഞയച്ചു. ആ പോകുന്ന വഴിയിൽ ഒരു അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിൽ വാതിൽ മുട്ടി. ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടുത്തെ അവരുടെ ഭാര്യ കുളിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായി ഒരു നോട്ടം അറിയാതെ സംഭവിച്ചു പോയി. പിശാചി ഇടപെട്ടുകൊണ്ട് രണ്ടാമത്തെ നോട്ടവും നോക്കിപ്പോയി. ആ രണ്ടാമത്തെ നോട്ടം അഭിചാരിതമായി സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ മഹാനവർകൾക്ക് പേടി വരാൻ തുടങ്ങി. ഹൃദയത്തിൽ അതാ പേടി വന്ന് ചിന്തിക്കുകയാണ്, ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് വഹി ഇറങ്ങുമോ എന്ന് പേടിക്കുകയാണ്. അതാ നേരെ മദീന വിട്ടുകൊണ്ട് യാത്ര പോവുകയാണ്. അവിടുന്ന് അള്ളാഹു വഹി ഇറക്കി കൊടുക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് ആ മക്ക മദീനന്റെ ഇടയിലുള്ള പർവ്വതങ്ങൾ താണ്ടി യാത്ര പോവുകയാണ്. ആ സ്വഹാബിയെ കാണുന്നില്ല. നബി തങ്ങൾ എല്ലാ ദിവസവും അന്വേഷിക്കുന്നുണ്ട്, സഅലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ എവിടെ? സുബ്ഹാനല്ലാഹ്. ആ ദിവസം 40 ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിക്ക് വഹയുമായി വരാത്ത സമയമാണ്. ആ സമയത്ത് 40 ദിവസം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന റബ്ബക യഖ്രിഉ അലൈഹിസ്സലാം, അല്ലാഹു തആല നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഒരു വിവരം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന റജുലൻ മിൻ ഉമ്മത്തിക ബൈന ഹുഫറത്തിൻ ഫിൽ ജിബാലി മുതഅവ്വിദുൻ ബി. നരകത്തിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചുകൊണ്ട് അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞേക്കുന്നത് അവരോട് അന്വേഷിച്ച് കണ്ടെത്തി വരാൻ പറയുന്നു. രണ്ടുപേരും പുറപ്പെട്ടു. എല്ലാ പർവ്വതങ്ങളും കയറിയിറങ്ങി നോക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് സുഫാഖ എന്ന് പറയുന്ന ഒരു ആട്ടിടയനെ കാണുന്നത്. ആട്ടിടയനോട് ചോദിച്ചു, നിങ്ങളൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ആട്ടിടയൻ ചോദിച്ചു, ലഅല്ലക തുരീദുൽ ഹാരിബ മിൻ ജഹന്നം, നരകത്തിനെ കുറിച്ച് പേടിച്ച് ഓടിപ്പോയ ചെറുപ്പക്കാരനെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, വമാ ഇൽമുക അന്നഹു ഹാരിബും മിൻ ജഹന്നം, എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത്? അപ്പോൾ ആട്ടിടയൻ പറയാണ്, ഞങ്ങളിങ്ങനെ ആട്ടിനെ മേയിച്ച് അത് കഴിഞ്ഞ് രാത്രിയാകുന്ന സമയത്ത് വെള്ളം കുടിക്കാനും ഒന്ന് കുളിക്കാനും വേണ്ടി ഈ അരുവിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വരും. ആ ചെറുപ്പക്കാരൻ അതാ തലയിൽ കൈവച്ചുകൊണ്ട് യാ ലൈതക ഖുബിലത് റൂഹി ഫിൽ അർവാഹി വജസദി ഫിൽ അജ്സാദി വലം തുജദ്ദിദ്നി ലിഫസ്ലിൽ ഖലാ, എൻ്റെ ആത്മാവെന്ന് പിടിച്ചിരുന്നുവെങ്കിൽ നാളെ വിചാരണയ്ക്ക് വേണ്ടി മാറ്റിവെക്കാതെ എൻ്റെ ആത്മാവെന്ന് പിടിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരാളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ഇയ്യാഹു നുരീദു, ആളെ തന്നെയാണ് ഞങ്ങൾ തേടുന്നത്. എവിടെയാണ് അദ്ദേഹം ഉള്ളത്? ഇന്നാലിന്ന പർവ്വതത്തിൻ്റെ മുകളിലുണ്ടെന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറി ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ആ വിളിച്ചു പറഞ്ഞുകൊണ്ട് യാ ലൈതക ഖുബിലത് റൂഹി ഫിൽ അർവാഹി വജസദി ഫിൽ അജ്സാദ് വലം തുജദ്ദിദ്നി ലിഫസ്ലിൽ ഖലാ, അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് തലയിൽ കൈവച്ചിരിക്കുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നിലൂടെ പോയിട്ടൊരൊറ്റപ്പിടുത്തമാണ്, അൽ ഖലാസ മിനന്നാർ, അൽ അമാൻ, അൽ അമാൻ, രക്ഷയുണ്ട്, നരകത്തിൽ നിന്ന് മോചനമുണ്ട്. നോക്കിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ചോദിച്ചു, എന്താണ് നിങ്ങൾ വന്നത്? അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അപ്പൊ ചോദിച്ചു, ഞാൻ ചെയ്ത തെറ്റ് അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ അറിഞ്ഞോ? അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ആ ചെറുപ്പക്കാരനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ വരാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ലാ തുദ്ഖിൽനി അലൈഹി ഇല്ലാ വഹുവ ഫിസ്സലാത്തി വബിലാലുൻ യഖൂലു ഖദ് ഖാമത്തിസ്സലാ. അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ അതാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കുകയും മുത്തുനബി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴല്ലാതെ ഡയറക്റ്റായിട്ട് മദീനയിലേക്ക് എന്നെ കൊണ്ടുപോകരുത്, എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകരുത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള പേടി കൊണ്ടാണ്, നരകത്തിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചുകൊണ്ടാണ് ഈ സ്വഹാബി പർവ്വതങ്ങൾ താണ്ടി ഓടിപ്പോയത്. ആ കണ്ടീഷൻ സ്വീകരിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ കൊണ്ടുപോകുന്നു. അവിടെ എത്തിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്. ഇഖാമത്ത് കൊടുത്തതിന് ശേഷമാണ് മദീന പള്ളിയിലേക്ക് കയറിയത്. ഉമർ തങ്ങളും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നേരെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി, സൊഫിൽ കയറി. വല്ലാത്ത പേടിയോടുകൂടെ സഅലബ റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളുടെ ഖിറാഅത്താണ് കേൾക്കുന്നത്. അവിടുത്തെ പരിശുദ്ധമായ ഖുർആനിൻ്റെ തിലാവത്ത് അങ്ങ് കേട്ടപ്പോൾ ആ കേട്ട ഉടനെ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ഉള്ളിലങ്ങ് ബോധം കെട്ട് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്,
നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമർ തങ്ങളോട് ചോദിച്ചു, മാ ഫഅല സഅലബ, എവിടെ സഅലബ എവിടെ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് കാണിച്ചു കൊടുത്തു. ഹുവദാ യാ റസൂലല്ലാഹ്, അതാ അവിടെ ബോധം കെട്ട് കിടക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ പോയിട്ട് ആ തട്ടിക്കൊടുത്തു. അവിടെ നിന്ന് ഉണർന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ അങ്ങ് നിന്നപ്പോൾ തലതാത്തി നിൽക്കുന്ന സഅലബ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോയത്? കുറച്ച് ദിവസമായല്ലോ നിങ്ങളെ കാണാതായിട്ട്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദംബി യാ റസൂലല്ലാഹ്, ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോയത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ പറയുകയാണ്, അഫലാ അദുല്ലുക അലാ ആയത്തിൻ തംഹു ദുനൂബ വൽ ഖത്വായാ, നിങ്ങളെ ദോഷങ്ങളൊക്കെ മായിച്ച് കളയുന്നൊരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. സുബ്ഹാനല്ലാഹ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ആയത്ത് നിങ്ങൾ ഓതിക്കോളൂ, നിങ്ങളെ ദോഷങ്ങൾ അല്ലാഹു തആല മായിച്ചു കളയും. ഇത് പറഞ്ഞപ്പോൾ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദംബി അഅ്ളമു യാ റസൂലല്ലാഹ്, എൻ്റെ പാപം അതിനേക്കാൾ വലുതാണല്ലോ നബിയേ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടുന്ന് രണ്ടാമത്തൊരു നോട്ടം നോക്കിയതിൻ്റെ പേരിലുള്ള പേടിയാണ്. അള്ളാഹുവിനെ പേടിച്ചിട്ട് നാളെ നരകത്തിൽ കടക്കുമെന്ന പേടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞപ്പോൾ മുത്തു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബൽ കലാമുല്ലാഹി അഅ്ളമു, നിങ്ങളെ പാപമല്ല ഏറ്റവും വലുത്, അള്ളാഹുവിൻ്റെ കലാമാണ് ഏറ്റവും വലുത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അതാ അവിടുന്ന് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. 8 ദിവസത്തോളം മഹാനവർകൾ രോഗിയായി കിടന്നു. ആ 8 ദിവസം രോഗിയായി കിടന്നത് ഈ ഖൗഫിൻ്റെ ഡിഗ്രി എത്രത്തോളം കൂടുതലുണ്ട് എന്ന് കാണുന്ന ആളുകൾക്കറിയില്ലല്ലോ. അത്രയും ഉള്ളിൽ പേടിച്ച് 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 മഹാനവർകൾ രോഗിയായി. അവസാന സമയമായപ്പോൾ 8ാമത്തെ ദിവസം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അതാ രോഗബാധിതനായി കിടക്കുകയാണ്. മുത്തുനബി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾക്ക് മനസ്സിലായത് ലാസ്റ്റ് ടൈമാണെന്ന്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട മടിയിലേക്ക് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് കിടത്തിയപ്പോൾ മുത്തുനബി എങ്ങനെ നോക്കിയിട്ട് തല എടുത്തു കളഞ്ഞു, ആ മടിയിൽ നിന്ന് ഇറക്കിക്കളഞ്ഞു. അപ്പൊ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങളെ തല തിരിച്ചു കളയാനുള്ള കാരണം? ആ സമയത്ത് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പറഞ്ഞ മറുപടി എന്നാണ്, അതേലി അന്നഹു മിനദ്ദുനൂബി മൽആൻ, ഈ തല അവിടുത്തെ ഷറഫാക്കപ്പെട്ട മടിയിൽ വെക്കാൻ മാത്രമില്ല, പാപങ്ങൾ ചെയ്ത തലയാണ് നബിയേ. ആ സമയത്താണ് മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, അതെ, ഈ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, ഞാൻ ഈ സന്തോഷം അറിയിക്കട്ടെയോ? അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. അതറിയിച്ച ഉടനെ ഫസാഹ സ്വൈഹത്തൻ, അവരൊറ്റ അട്ടഹാസം, ഫമാത്, മഹാനവർകൾ അവിടെ വെച്ച് തന്നെ വഫാത്താവുകയാണ്. നരകത്തിനെ കുറിച്ച് പേടിച്ച് കരഞ്ഞ് വഫാത്തായ സ്വഹാബിയാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മനസ്സ് ശുദ്ധമാക്കിയിട്ട് വീടും പരിസരവും മാത്രം വൃത്തിയാക്കിയാൽ പോരാ, മനസ്സ് ക്ലിയറാക്കി ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ റമളാനിനെ സ്വീകരിക്കണം. ആ റമളാനിൻ്റെ ദിനരാത്രങ്ങളെ മുതലാക്കണം. ആദ്യത്തെ 10 റഹ്മത്ത് ചോദിക്കണം.
രണ്ടാമത്തെ പത്തിൽ മഗ്ഫിറത്ത് ചോദിക്കണം. മൂന്നാമത്തെ പത്തിലേക്ക് കടക്കുമ്പോൾ നരകത്തിൽ നിന്ന് മോചനം തേടേണ്ട അതിശ്രേഷ്ഠമായ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആരും അശ്രദ്ധരാകരുത്. അർഹമുർറാഹിമായ അല്ലാഹ്, ആ രൂപത്തിൽ ഈ റമളാനിനെ വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.